ഇന്ന് നാട്ടിക മണ്ഡലമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പത്രക്കാരോട് പറയണമെന്നുള്ളതുകൊണ്ടാണ് ഇന്ന് പൊതുസമ്മേളനം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് സെക്രട്ടറി കെ പി സന്ദീപ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, കമ്മിറ്റിയുടെ പ്രസിഡന്റ് എ കെ ദിനകരൻ, CPM ഏരിയ സെക്രട്ടറിയാണ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി കെ ഷാജൻ, ഇതാണ് പങ്കെടുക്കുന്നത്. ഈ നാട്ടിക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാകുന്ന സന്ദർഭത്തിൽ ഇത് പറയാൻ കാരണം, നമ്മുടെ സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ്. ആ പെരുമാറ്റച്ചട്ടം അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പാർട്ടികളും പ്രവർത്തിക്കുന്നത്. എന്നാൽ നാട്ടികയിൽ ഇപ്പോൾ കാണുന്നൊരു പ്രവണത വളരെ മോശമായ രീതിയിൽ LDF സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള നിരന്തരമായ വ്യക്തിഹത്യ, കുടുംബത്തിനെ ആക്ഷേപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ UDFന്റെയും അതുപോലെ തന്നെ NDAയുടെയും ഹാൻഡിലുകളിലൂടെ AI ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോകൾ അടക്കം വെച്ചുകൊണ്ട് വളരെ വ്യാപകമായ തോതിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ രീതിയിൽ അതിനെല്ലാം പ്രതിരോധിക്കാൻ കഴിയുമെങ്കിലും ഇത് പറയാൻ കാരണം, ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 14ഓളം പരാതികൾ ഞങ്ങൾ കൃത്യമായി കൊടുത്തു. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചില അന്വേഷണം നടത്തി എന്നുള്ള സത്യമാണ്. ചില കേസുകളിൽ FIR ഇട്ടതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി. പക്ഷെ ഇത് നിരന്തരമായിട്ട് ഈ ലംഘനം തുടരുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഈ നിസ്സംഗമായ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് ഒരു മണ്ഡലത്തിൽ മാത്രമല്ല, അത് ഈ നാട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള വ്യക്തിഹത്യ നടത്തുന്നതിന് പുറമെ മറ്റു മണ്ഡലങ്ങൾ നടക്കുന്നത് പോലെയുള്ള വ്യാപകമായിട്ടുള്ള വോട്ടർമാർക്കിടയിൽ പണം വിതരണം ചെയ്യുക, ഭക്ഷ്യവസ്തുക്കളുടെ കിറ്റുകൾ വിതരണം ചെയ്യുക, സ്ത്രീകൾക്ക് സാരി വ്യാപകമായിട്ട് വിതരണം നടത്തുക എന്ന് തുടങ്ങി മാതൃകാ പെരുമാറ്റച്ചട്ടത്തെ നഗ്നമായി ലംഘിച്ചുകൊണ്ടുള്ള പണത്തിന്റെ വലിയ കുത്തൊഴുക്കാണ് അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം സ്പെസിഫിക് ആയിട്ട് പത്രക്കാർക്ക് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഇന്നലെ വരെ ഇതിൽ കർശന നടപടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഇന്നും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ പറഞ്ഞത് ഈ വിഷയങ്ങൾ FIR ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനനുസൃതമായ നടപടിയുണ്ട്. അത്ര ഹീനമായ രീതിയിലുള്ള വ്യക്തിഹത്യകളും ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരു വനിത മത്സരിക്കുന്ന ഒരു മണ്ഡലം ആണ് എന്നതിന്റെ യാതൊരു തരത്തിലുള്ള മര്യാദകളും കാണിക്കാതെ NDAയുടെ ഹാൻഡിലുകളിൽ നിന്നും ചില വ്യക്തികൾ ആസൂത്രിതമായി നടത്തുന്ന ശ്രമങ്ങളാണ്. ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് തുറന്നു കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പത്രക്കാരുടെ മുമ്പാകെ പറയുന്നത്. ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന നിസ്സംഗത വെടിഞ്ഞ് ഇലക്ഷൻ സുതാര്യമായി നടത്താൻ ആവശ്യമായ കാര്യം നാട്ടിക മണ്ഡലത്തിലടക്കം ഉണ്ടാവണം, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിത് നിയമത്തിന്റെ മാർഗത്തിലൂടെ തന്നെ ഇത് പരിഹരിക്കണം എന്ന് പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നാട്ടിക നിയോജക മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, LDFന്റെ പ്രവർത്തനം എന്ന നിലയിൽ വളരെ ശക്തമായ മുന്നേറ്റം അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് ഇത് കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചിത്രം കാണിച്ചു തരാം. ഇത് ഇപ്പോ BJP വിതരണം ചെയ്യുന്ന സാരികളാണ്. അവിടെ ചില ഉന്നതികളില് BJP കൊടുക്കുന്ന സാരികൾ വ്യാപകമായിട്ട് BJPയുടെ ചിഹ്നം വെച്ചിട്ടുള്ള ഷാളുകൾ അടക്കം വെച്ചിട്ടുള്ള സാരികൾ പാക്കറ്റുകളിലാക്കി വ്യാപകമായിട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംസ്കാരം BJP ഇവിടെ കൊണ്ടുവരുന്നത് ഇന്ന് മാത്രമല്ല, നാളുകളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നു. പല സ്റ്റേറ്റുകളിലും വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക, പണം കൊടുക്കുക, മദ്യം കൊടുക്കുക തുടങ്ങിയിട്ടുള്ള വളരെ തെരഞ്ഞെടുപ്പിന് വിരുദ്ധമായിട്ടുള്ള, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നതായി നമ്മൾ പത്രത്തിൽ വായിച്ചറിവാണ് നമുക്കുള്ളത്. എന്നാൽ ഇവിടെ സത്യസന്ധമായ രീതിയിലും ഋജുവായ രീതിയിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത് ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത്. മാത്രമല്ല, ഇവിടെ പലപ്പോഴും കാണുന്ന ഒരു കാര്യം, ഒളിഞ്ഞു തെളിഞ്ഞ് UDFും BJPയും ഒന്നിച്ച് തന്നെ ഇത്തരം കാര്യങ്ങൾ, ഈ പറയുന്ന
പ്രചരണങ്ങളിൽ അവർ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് LDF സ്ഥാനാർത്ഥിക്കെതിരായി വളരെ മോശമായ രീതിയിൽ വ്യക്തിഹത്യ നടത്തി അവർക്കെതിരായി അവരുടെ കുടുംബത്തെ അപമാനപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തടയാൻ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ബാധ്യസ്ഥരാണ്. അക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇവിടുത്തെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ തന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിനനുസൃതമായിട്ടൊരു നടപടി ഫലത്തിൽ ഉണ്ടായിട്ടില്ല എന്നുകൊണ്ടാണ് ഇത് പത്രക്കാരോട് തുറന്നു പറയണം എന്ന് തീരുമാനിച്ച് ഇവിടെ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇത് തന്നിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പരാതി കൊടുക്കുകയാണ്. ഈ പരാതി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഞങ്ങൾ ഇത്രയും പരാതി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ ബഹുമാനപൂർവ്വം പറയുന്ന ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ചട്ടങ്ങളും കടുകട വ്യത്യാസമില്ലാതെ അനുസരിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. ചില ആളുകൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ബാധകമല്ല എന്ന് വരുന്നത്. അങ്ങനെ ഇലക്ഷൻ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിച്ചാൽ അവർ പേടിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അവരെന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അത്ര ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്ന കാര്യം ഈ ജില്ലയിൽ തന്നെ ഇന്ന് രാവിലെ ജില്ലാ ഇടതുപക്ഷ ജനാധിപത്യ ഈ ആശങ്ക നേരത്തെ അറിയിച്ചാണ്. അപ്പൊ അതും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നാട്ടിലെ കാര്യം പ്രത്യേകം പറയണം എന്ന് തീരുമാനിച്ച് പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഇത് നിങ്ങളോട് സൂചിപ്പിക്കുന്നു. പറയുന്നുള്ളൂ, ബാക്കി നമുക്ക് അല്ല. അതിന് കാരണം ഈ കേന്ദ്രമന്ത്രിമാരൊക്കെ ചെയ്യുന്നത്, ഇപ്പോ നമ്മുടെ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ മത്സരിക്കുന്ന ഗോപു അദ്ദേഹം ചെയ്ത കാര്യം എന്താണ്? വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ മതപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തി. നിങ്ങൾ തന്നെ ഇവിടെ പല ചാനലുകളും അദ്ദേഹത്തിന്റെ ബൈക്കുകൾ എടുക്കാൻ പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇനി എന്നെ തൂക്കിക്കൊന്നാലും പ്രശ്നമില്ല എന്നാണ്. അതിനേക്കാൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയും കൂടിയാണ്. ഇതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുകയാണ്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയും ഭംഗ്യന്തരാണ് അത് ന്യായീകരിക്കുന്ന നടപടി ഒരു പ്രസ്താവന കൂടി നടത്തുന്നത്. അപ്പൊ ഇത് ഈ ഇലക്ഷൻ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു വർഗീയമായ ചെയ്തിലുണ്ടാക്കുന്ന ഒരു രീതി. അത് വ്യക്തമായി ഇവിടുത്തെ മത വൈര്യം വളർത്തി അത് വോട്ടാക്കി മാറ്റുക എന്നുള്ള രീതിയിലുള്ള ഇടപെടലുകളും സ്റ്റേറ്റ്മെന്റുകളും ഇലക്ഷൻ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് നടത്തുന്നു ഒരു ഭാഗത്ത്. മറ്റൊന്ന്, ഇലക്ഷന്റെ ഭാഗമായിട്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി വൻതോതിൽ പണം കൊണ്ടുവരുന്നു. മറ്റൊരു കാര്യം, ഈ പാവപ്പെട്ട വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങൾ അവർക്ക് കൊടുക്കുന്നു. അതിനനുസരിച്ച് അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും സ്വാധീനം ജനങ്ങൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുകയും അതിനനുസരിച്ച് വോട്ടർമാർക്കിടയിൽ നമുക്ക് ചെയ്യാൻ കഴിയും സ്വാധീനം ചെലുത്താൻ കഴിയാവുന്നതാണ്. അതിന് നമ്മുടെ സാധാരണ ജിഹുകളും പത്രമാധ്യമങ്ങളും മറ്റെല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മളതിന്റെ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷെ അതിന് പുറമെ ഇവർ ചെയ്യുന്ന ഒരു കാര്യം, ഈ ഇങ്ങനെയുള്ള മാനിപ്പുലേഷൻ നടത്തുമ്പോഴും അത് ചോദ്യം ചെയ്താൽ നമുക്ക് ഇതിനൊരു മറുപടി കിട്ടണ്ടേ, ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ. പരിഹാരം ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ കേന്ദ്രമന്ത്രിമാരൊക്കെ പറയണം, അവർ വെല്ലുവിളിക്കാണ് ഈ ഭരണഘടനാ പോസ്റ്റിരിക്കുന്ന ആളുകളടക്കം, ഇനി ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതിനവർക്ക് മുകളിൽ നിന്ന് തണൽ കിട്ടുന്നുണ്ടെന്നതാണ്, സപ്പോർട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള അവർക്ക് പറയുകയല്ലേ ചെയ്യേണ്ടത്. ഇതിനർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും വിജയത്തിന് എന്തെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ടല്ല. ഇത് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് 2024 ശേഷം വിശിഷ്യ നമ്മുടെ തൃശ്ശൂരിൽ കൊണ്ടുവന്നിട്ടുള്ള ഇലക്ഷൻ മാനിപ്പുലേഷന്റെ അനുരണനങ്ങൾ ഇപ്പോഴും പല മണ്ഡലങ്ങളിലും ശക്തമായി തുടരുകയാണ്. കേന്ദ്രമന്ത്രിമാർ വരുന്നോട് ഞങ്ങൾക്ക് വിരോധമില്ല. അവർ എത്ര കേന്ദ്രമന്ത്രിമാർ വന്നതിന് പ്രശ്നമില്ല. പക്ഷെ കേന്ദ്രമന്ത്രിമാർ വരുന്നതിൽ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. കാരണം ഇവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി കലക്ടറിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എവിടെയും കേട്ടിട്ടുള്ള കാര്യമാണോ? അങ്ങനെ വന്നുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാവുമെന്ന് ചോദിച്ചിട്ടാണോ വരുന്നത്? ഗുജറാത്തിൽ മുഖ്യമന്ത്രി ഇവിടെ നോമിനേഷൻ കൊടുത്തുകൊണ്ട് 10 വോട്ട് കിട്ടുന്ന ഞാൻ വിചാരിക്കില്ല. പക്ഷെ അങ്ങനെ മുഖ്യമന്ത്രിമാരൊക്കെ വരുന്നത് അവർക്ക് കള്ളപ്പണം കൊണ്ടുവരാനാണോ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ, അതിന്റെ ഭാഗമായി ഇത്രയും പണം ഒഴുകുകയും കൂടി കണ്ടാൽ, നമുക്ക് ഈ ഇലക്ഷൻ മാനിപ്പുലേഷന്റെ മറ്റൊരു മാർഗമായിട്ട് അതിനെ വ്യക്തമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്.
ഇതൊക്കെ ഇവിടെ സംഭവിച്ചു. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിമാരൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിപ്പോ നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് എല്ലാ MLA-മാർക്കും കിട്ടുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലം വ്യത്യസ്തമായി ഞാനും MLA ആയിരുന്ന ആളാണ്. നമ്മളെല്ലാവരും MLA-മാരായിരിക്കുന്ന സമയത്ത് വ്യക്തിഗതമായിട്ടുള്ള രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം ലഭിക്കുക എന്നുള്ള സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. LDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ഫണ്ട് വിതരണം നടത്തിയിട്ടുള്ളത്. അങ്ങനെ നടത്തിയിട്ടുള്ള ആ കാര്യത്തെ MLA-യുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന മറ്റുള്ള സ്റ്റേറ്റ് കത്തുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ധാർമ്മികമായി ശരിയായിട്ടുള്ള കാര്യമില്ല, രാഷ്ട്രീയമായി ശരിയായിട്ടുള്ള കാര്യമില്ല. അത് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ടിന്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണ്. അക്കാര്യം കൂടി ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കട്ടെ. ഒരു കത്താണ്, അപ്പൊ അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. അത് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ട് നോട്ടീസ് കൊടുത്തിരിക്കും, മറുപടി കിട്ടിയിട്ടില്ല. അതിന് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമത് അയച്ചിട്ടുണ്ട്, നോട്ടീസ് അയച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ മാത്രം, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വന്നത്. ഈ തൃശ്ശൂർ നാട്ടിക മണ്ഡലത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോലീസിലും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഒക്കെ കൊടുത്തുള്ള പരാതിയാണ്. നമുക്ക് എപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സംഭവങ്ങളിൽ പിന്നെ വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം ഉന്നയിക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അവരുന്നെ ഉദ്ദേശിക്കുന്നത് വ്യക്തിപര ആക്ഷേപത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപര ആക്ഷേപം തുടരാന്നുള്ള രീതിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഞങ്ങൾ അതിനകത്ത് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ കൃത്യമായ നിയമത്തിന്റെ മാർഗത്തിലൂടെ അത് സംബന്ധിച്ച് ഡിഫാമേഷൻ പെറ്റീഷൻ കൊടുക്കും. നിങ്ങൾ ചോദിക്കുമല്ലോ ഇത്രയും മോശമായി പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്തത്, നിയമപരമായ നടപടി എന്താണ്? അല്ല, സാരി കൊടുത്തതിന് ശേഷം, അതായത് ഇവർ കൊടുക്കുന്ന നമ്മളറിയിച്ചല്ലോ കൊടുക്കുന്നത്. അല്ല, ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഞങ്ങൾ പരാതി കൊടുത്തു. ഞങ്ങൾ ഈ ഫോട്ടോ എല്ലാം വെച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അവിടെ ഈ പല സ്ഥലങ്ങളിലും നമ്മുടെ സ്ക്വാഡ് വന്നപ്പോഴാണ് കാണുന്നത്. കണ്ട ഉടനെ തന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. കാരണം ഇപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ടല്ലേ, വളരെ കണ്ടില്ലേ, അവിടെ ആളുകൾ വന്ന് ക്യൂ നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്താണ് ഇവിടെ. അപ്പൊ അന്വേഷിക്കുമ്പോൾ BJP-യുടെ നേതാവ് രാധാകൃഷ്ണൻ പറഞ്ഞനുസരിച്ച് വന്നതാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ അറിയുന്നത്. ഈ കാര്യം ഞങ്ങൾ അറിയുന്നത് ഇപ്പോ അവിടെ ഒരു സ്ഥലത്ത് നിങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്, നിങ്ങൾ അന്വേഷിക്കണം. ഞാൻ പറയുന്നത് പത്രമാധ്യമ സുഹൃത്തുക്കൾ ഇക്കാര്യം കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതാണ്. കാരണം ഇപ്പോ പണം കൊടുക്കാൻ പണ്ടത്തെ പോലെ കവറിലിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഗൂഗിൾ പേ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്നുണ്ട്. അവർ വോട്ടർമാരെ പഠിപ്പിക്കാനെന്ന വ്യാജേന പല സ്ഥലത്തും ആളുകൾ വിളിച്ചുകൂട്ടി ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നതിന്റെ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി എല്ലാ ഉന്നതികളിലും മറ്റു സ്ഥലങ്ങളിലും ഞങ്ങളുടെ സ്ക്വാഡുകൾ ആക്ടിവേറ്റ് വർക്ക് ചെയ്യും. ഞങ്ങൾ എല്ലാ സ്ഥലത്തും വീഡിയോ ക്യാമറകൾ അടക്കം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇനിയുള്ള 1-2 ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഇത് തടയാൻ ആവശ്യമായിട്ടുള്ള, നിയമപരമായി ഇത് പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ പക്ഷെ പ്രതീക്ഷിക്കുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നാണ് ഇതിൽ തടയാൻ ആവശ്യമായ നടപടി ഉണ്ടാവുന്നത്. വ്യക്തിപരമായ പരാതി, അതാണ് ഞങ്ങൾ ഡിഫാമേഷൻ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും. പോലീസിൽ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, വ്യക്തിപരമായ രീതിയിൽ പോലീസ് പെറ്റീഷൻ കൊടുത്തു, DGP-ക്ക് പെറ്റീഷൻ കൊടുത്തു, പിന്നെ ഇവിടുത്തെ SP-ക്ക് പെറ്റീഷൻ കൊടുത്തു, സൈബർ സെല്ലിൽ പെറ്റീഷൻ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മൊഴിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് FIR ഇട്ടു എന്നാണ്. ഇന്നിപ്പോ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞ FIR ഇട്ടു എന്നാണ്. അത് അന്വേഷിക്കുന്നത്. അതിന്റെ വിവരം ഞങ്ങൾക്ക് രേഖാമൂലം കിട്ടാത്തതുകൊണ്ട് പറയാൻ കഴിയില്ല. നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ പറ്റും. അല്ല, UDF അവിടെ അങ്ങനെ വിതരണം ചെയ്യുന്ന ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. UDF ഇക്കാര്യം പുറത്തു കൊണ്ടുവന്നുണ്ട് പല സ്ഥലങ്ങളിൽ. പക്ഷെ ഈ കള്ളപ്രചരണത്തിന്റെ കാര്യത്തിൽ ഇവർ തമ്മിൽ കൈകോർത്ത് പിടിച്ചിട്ടാണ് പല കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ പറയരുത്, ഞങ്ങളുടെ മുന്നണി അങ്ങനെ ചെയ്തിട്ടില്ല. അതെന്റെ എനിക്കറിയുന്ന കാര്യങ്ങളല്ലേ. അട്ടപ്പാടി CPI നിങ്ങൾക്ക് അറിയുന്നത് എനിക്കറിയില്ല. അട്ടപ്പാടി CPI ചെയ്യില്ല എന്നാണ് എന്റെ ഉറപ്പ്. താങ്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് എനിക്ക് എൻഡോഴ്സ് ചെയ്യാൻ കഴിയില്ല. അല്ല, അതായിക്കോട്ടെ, വീഡിയോ എത്തിച്ചോളൂ. വീഡിയോ എത്തിച്ച് നമുക്ക് അതിന് മറുപടി പറയാലോ. ഈ ശിവരാമപുരം കോളനിയിലെ ലോക്സഭ ഇലക്ഷനില് BJP പണം വിതരണം ചെയ്തിരുന്നു. അതിനെ പ്രതി കളക്ടർ അവിടെ വന്ന് സന്ദർശിച്ചു, പരാതിയും കൊടുത്തിരുന്നു LDF. ശിവരാമപുരം കോളനിയിൽ കൊടുത്തിട്ടുള്ള പരാതിയും അതിന്റെ എവിഡൻസ് ആണ് സുരേഷ് ഗോപിക്കെതിരായ പെറ്റീഷനിൽ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഗ്രൗണ്ട്. ആ വിചാരണ തുടരാൻ വേണ്ടി തീരുമാനിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകളിൽ ഒന്ന് കൃത്യമായ എവിഡൻസോടുകൂടി ഹൈക്കോടതിയിൽ ഞങ്ങൾ ആ വിവരങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ്
ആ കേസ് എടുത്തിരിക്കുന്നത്. അവിടെ നിരവധി കേസുകൾ ഞങ്ങൾ അതിന് സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് പല പ്രദേശം പഞ്ചവടി കോളനിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള വിഷ്വൽസും അതിന്റെ എവിഡൻസുകളെല്ലാം നിങ്ങൾക്കറിയാലോ. ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പെറ്റീഷൻ കൊടുക്കുമ്പോൾ പോലും കൃത്യമായ എവിഡൻസ് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അത് ഫയൽ സ്വീകരിക്കുന്നു. പിന്നെ വിചാരണയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ സത്യവാങ്മൂലവും അതുപോലെ തന്നെ അവരുടെ പിന്നെ എതിർവാദങ്ങളും കേട്ട ശേഷം ഇത് തള്ളിക്കളയണമെന്ന് അവരുടെ ആവശ്യം കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് പിന്നീട് ഇത് വിചാരണയ്ക്ക് എടുക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഘട്ടം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പെറ്റീഷനകത്ത് ചില ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.